സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. അതിഗംഭീരമായൊരു മത്സരം. കാനറികൾ ഉയർന്നു പറക്കാൻ തുടങ്ങിയിരിക്കുന്നു. ലോകകപ്പിൽ ചിറക് വിരിച്ച് ഇതാ വന്നിരിക്കുന്നു കാർലോസ് ആഞ്ചലോട്ടിയുടെ ബ്രസീൽ എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്ന മത്സരം. കാരണം ഈ മത്സരം കൈവിട്ടു പോയിടത്ത് നിന്നും അതിഗംഭീരമായി തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു ബ്രസീൽ എന്ന മഞ്ഞപ്പട. സ്വാഗതം. ഒരിക്കൽ കൂടി എനിക്കൊപ്പം ഫൈസൽ ഹംസയുണ്ട്, ഒപ്പം MSKയും ചേർന്നു. ഫൈസൽ, ഇത് ബ്രസീൽ ആരാധകർ കൈവിട്ടു പോയെന്ന് കരുതിയ കളിയാണ്. പക്ഷേ അവസാന നിമിഷത്തിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ഫൈനൽ വിസിൽ വരെ ഈ മത്സരം അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഈ മത്സരത്തെ കൂടി കാണാം. രണ്ട് മികച്ച തന്ത്രജ്ഞന്മാരുടെ ഏറ്റുമുട്ടലായിരുന്നു, മൊറിയാസുവിൻ്റെയും മറുഭാഗത്ത് കാർലോസ് ആഞ്ചലോട്ടിയുടെയും. നമുക്കറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നതൊക്കെ അറിയാമെങ്കിൽ പോലും ആദ്യ പകുതിയിൽ നിറമങ്ങിപ്പോയ എന്ന് തോന്നിയ ഒരു ബ്രസീൽ അതിശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് അവരും ഭൂരിഭാഗം ഒരുപക്ഷെ ഉപേക്ഷിച്ച കളിയായിരുന്നിരിക്കാം. പക്ഷേ ഈ മത്സരത്തോടു കൂടി ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഇത് ബ്രസീൽ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് തന്നെയാണ്. ഈ ലോകകപ്പ് നേടാനുള്ള പോരാട്ടത്തിൽ അവർ മുൻപന്തിയിലുണ്ട് എന്ന് തന്നെയാണ്. സംശയങ്ങളൊക്കെ മാറിക്കാണുമോ ബ്രസീലുകാരുടെ ആത്മവിശ്വാസം? യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ഒരു ടീമിൻ്റെ ആരാധകർക്ക് ആത്മവിശ്വാസം നൽകാറുള്ളത് പ്ലെയേഴ്സാണ്, സൂപ്പർ താരങ്ങളാണ്. പക്ഷേ ഇത്തവണ കോച്ചാണ് എന്നുള്ളതാണ്. കാർലോ ആഞ്ചലോട്ടി എന്ന കോച്ചിലുള്ള ആത്മവിശ്വാസം, അതായത് 99% കാർലോയിലുള്ള ആത്മവിശ്വാസവും ബാക്കി 1% ടീമിലുള്ള വിശ്വാസവും എന്നുള്ളതാണ് ആരാധകർക്കുള്ളത്. യഥാർത്ഥത്തിൽ രണ്ട് പരിശീലകർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഇന്ന്. അത് നേരത്തെ തന്നെ വിലയിരുത്തിയതാണ്. ഒരു മാത്തമെറ്റീഷ്യനെ പോലെ ടീമിനെ കൃത്യമായി ഒരുക്കുന്ന, എല്ലാ അളവുകോണുകളും കൃത്യമായി പാലിക്കുന്ന മൊറിയാസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് എന്ത് ചൂതാട്ടത്തിനും തയ്യാറായി നിൽക്കുന്ന ദ ഡോൺ, ശരിക്കും ഒരു ഡോണായിട്ടുള്ള കാർലോ ആഞ്ചലോട്ടി. ശരിക്കും അത് നമ്മൾ കളിയിൽ അവരുടെ രണ്ടുപേരുടെയും കൃത്യമായ ബ്രില്യൻസ് കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രസീലിനെ ആദ്യഘട്ടത്തിൽ ബ്രസീൽ നിറം മങ്ങി എന്ന് പറയുന്നിടത്ത് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ബ്രസീലിനെ നിറം മങ്ങിച്ചത് എന്ന് നോക്കാം. മൊറിയാസു കൃത്യമായി ടീമിനെ ഒരുക്കുന്നു. ഒരു ലോ ബ്ലോക്കിനും അവരുടെ ഹൈലൈനും ഇടയ്ക്ക് ഒരു മിഡിൽ വെച്ചിട്ട് ജപ്പാൻ്റെ തന്നെ ഹാഫിൽ വെച്ചിട്ട് കൃത്യമായ രണ്ട് ഡിഫൻസ് ലൈനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ രണ്ട് ലൈന്, അതായത് അവരുടെ ഡിഫൻസ് ലൈനും മിഡ്ഫീൽഡ് ലൈനും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ നാരോയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസീലിനൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും, നിരന്തരമായി ആക്രമിക്കാനും ജപ്പാൻ്റെ ഹാഫിലേക്ക് കടന്ന് അവരെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കാനും. അതാണ് ആദ്യ പകുതിയിൽ കണ്ടത്. പന്ത് ബ്രസീലിൻ്റെ കയ്യിലുണ്ട്, നിരന്തരമായി ബ്രസീൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അത് അവരുടെ ഒരു തന്ത്രം തന്നെയായിരുന്നു. ഒപ്പം ബ്രസീലിൻ്റെ ഫുൾ ബാക്കിനെ കൂടി ഈ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക, എന്നിട്ട് അതിൽ നിന്നൊരു കൗണ്ടർ കിട്ടുമ്പോൾ അത് കൃത്യമായി വിനിയോഗിക്കുക, അതിവേഗത്തിൽ കൗണ്ടർ ചെയ്യുക. അത് തീർച്ചയായും, അതായത് വളരെ ഭയങ്കര ഷിഫ്റ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ എന്നുള്ള ക്വിക്ക് ട്രാൻസിഷൻ എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. 2-3 പാസിൻ്റെ ഉള്ളിൽ കൃത്യമായി എതിർ ഗോൾ മുഖത്തെത്തുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നുള്ളത്. അത് നമ്മൾ കണ്ടു. ഡാനിലോയുടെ ഒരൊറ്റ മിസ് പാസേ ഉണ്ടായിട്ടുള്ളൂ. ആ മിസ് പാസിൽ നിന്ന് അവർ കൃത്യമായി ലക്ഷ്യം കാണുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ബ്രസീലിന് ഏതെങ്കിലും തരത്തിൽ ടാക്റ്റിക്കലി അവിടെ ഒരു എററൊന്നും സംഭവിച്ചിട്ടില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ഡിഫൻസ് ഇടുന്ന ടീമിനെതിരെ ആക്രമിച്ച് കളിക്കുക നിരന്തരമായി, പക്ഷേ ആ ഡിഫൻസ് പൊളിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ കാർലോയുടെ ഒരു ചൂതാട്ടം, ശരിക്കും ഡോൺ നടത്തുന്ന ഒരു ചൂതാട്ടമാണ്. 4 അറ്റാക്കേഴ്സിനെയാണ് രണ്ടാം പകുതിക്ക് ശേഷം അവസാന ഭാഗത്ത് ബ്രസീൽ കൊണ്ടുവരുന്നു. ഒരു ഭാഗത്ത് വിനീഷ്യസ് ഉണ്ട്, ഒപ്പം എൻട്രിക്ക് ഉണ്ട്, റയാൻ ഒരു ഭാഗത്തുണ്ട്, ഒപ്പം മാർട്ടിനെല്ലിയെ കൂടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് ഒന്ന് ആലോചിക്കണം, ഒരു പക്ഷേ ജപ്പാൻ ഒരു സാധ്യതയുണ്ട്, മിഡ്ഫീൽഡ് പിടിച്ച് കളിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഗോളിന് ജപ്പാൻ ലീഡ് ചെയ്യുന്ന പോലുമുണ്ട്. ആ ഒരു സമയത്താണ് അറ്റാക്കിങ്ങിലേക്ക് നിരന്തരം അദ്ദേഹം ആളുകളെ ഇങ്ങനെ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഒരു ചൂതാട്ടമാണ്. ഒറ്റ തന്ത്രമേ ഉള്ളൂ, ഈ വളരെ തിന്നായിട്ട് നിൽക്കുന്ന ഈ ഡബിൾ ലെയർഡ് ഡിഫൻസിനെ പൊളിക്കുക എന്നുള്ളത്. അത് ശരിക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം, നേരെ ഒരു കാരണവശാലും ഡ്രിബിൾ ചെയ്ത് ജാപ്പനീസ് ഗോൾ ഡിയിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് ആകെയുള്ളത് ഏരിയൽ പാസുകൾ എന്നുള്ളതാണ്. രണ്ടാം പകുതിയിൽ ബ്രസീൽ നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരുന്നത് ഏരിയൽ പാസ്സാണ്. ഗോൾ വന്നതും ആ ഏരിയൽ പാസിൽ നിന്നാണല്ലോ. അപ്പോൾ അത് കൃത്യമായി കാർലോയുടെ തന്ത്രങ്ങൾ ഫലം കണ്ടു എന്നുള്ളതാണ്. മറ്റൊന്ന്, വിനീഷ്യസിനെ കൃത്യമായി ആദ്യ പകുതിയിൽ ജപ്പാൻ പൂട്ടിയിരുന്നു. സ്വാഭാവികമായും അവിടെ പിന്നെ ചെയ്യാനുള്ളത് ആ വിങ്ങിനെ കൂടുതൽ ക്രൗഡഡ് ആക്കുക എന്നുള്ളതാണ്.
മാർട്ടിനെല്ലി കൂടി വന്നതോടുകൂടെ ആ വിങ് കൂടുതൽ ക്രൗഡഡായി. മാത്രമല്ല ആ വിങ്ങിലൂടെ ജപ്പാൻ ഒരു കൗണ്ടർ അറ്റാക്കിന് സാധ്യതയില്ലാത്ത തരത്തിൽ അവിടെ ഡേഞ്ചറുമാക്കി. അതോടുകൂടെ വിനീഷ്യസിന് കുറച്ചുകൂടെ ഫ്രീ ആയി. അത് ബ്രസീലിന് ഗുണം ചെയ്തു. വിനീഷ്യസ് ഒരു പക്ഷേ ഗോൾ നേടേണ്ടതായിരുന്നു എന്നുള്ളത്. ലോകകപ്പിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഗോൾ വിനീഷ്യസ് അത്ര ഡ്രിബിളിംഗ് നടത്തിയതിന് ശേഷവും അദ്ദേഹത്തിന്റെ ആ സുസുക്കിയുടെ കയ്യിൽ തട്ടി പോസ്റ്റിൽ തട്ടിയപ്പോൾ അത് റീബൗണ്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതായിരുന്നു. അല്ലാത്ത പക്ഷം ഈ ലോകകപ്പിന്റെ ഗോൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഈ മൂന്നാമത്തെ മത്സരത്തിൽ അദ്ദേഹം ഗോൾ അടിച്ചേനെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു സിനിമാറ്റിക് ത്രില്ലർ തന്നെയായിരുന്നു. കാരണം എനിക്ക് MSKയോട് കാണുമ്പോൾ അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വിധി എഴുതി ഇത് ജപ്പാൻ കൊണ്ടുപോകും എന്നുള്ളതാണ്. കാരണം 29 മിനിറ്റിൽ ആ ഗോൾ വരുന്നതോടുകൂടി നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബ്രസീലുകാരുടെ ഫൈസലെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ബ്രസീലുകാർക്ക് ഒരു ഗോൾ വീണ് കഴിഞ്ഞാൽ ബ്രസീലുകാർ വൈകാരികമായി തളർന്നു പോകുന്നു എന്നുള്ളതാണ്. ഇത്രയധികം പ്രൊഫഷണൽ താരങ്ങളുള്ള ടീമിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഷിഫ്റ്റിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. പിന്നീട് അവർ ആകെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു, തളർന്നു പോകുന്നു, ഉത്തേജനം ആവശ്യപ്പെടുന്നു. കൂടെ ഇന്ന് ഗാലറിയോട് അവർ ആവർത്തിക്കുകയായിരുന്നു ഓരോ നിമിഷവും ഓരോ താരങ്ങളും. അപ്പോൾ അങ്ങനെ തളർന്നു പോകുന്നൊരു ബ്രസീലിനെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ വിധി എഴുതിയതാണ് തീർച്ചയായിട്ടും ഇത് ഏകപക്ഷീയമായിട്ട് മറുഭാഗത്തേക്ക് പോകും. കാരണം ഈ പറഞ്ഞ ബ്ലോക്ക്, അതായത് ഒരു ഘട്ടത്തിൽ 3-4-2 അങ്ങനെ ഒരു മൊറിയാസു വിന്യസിച്ച തന്ത്രം അതാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കണ്ടു ഈ ജപ്പാന്റെ പ്രതിരോധ നിരയെന്ന് പറയുന്നത് 1-10 എന്നുള്ള നിലയിൽ, അതായത് ഗോളിക്ക് മുന്നിൽ 10 പേരുടെ ലൈനപ്പായിരുന്നു ആ സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് എങ്ങനെ ബ്രസീൽ ഗോളടിക്കാനാണെന്നുള്ള തന്ത്രം, വിനീഷ്യസിൻ്റെ മുന്നേറ്റങ്ങൾ അമ്പാടെ പാളിപ്പോകുന്നൊരു കാഴ്ച. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ കാർലോസ് ആഞ്ചലോട്ടിയുടെ നിർണായകമായ തലയിലുദിക്കുന്ന ബുദ്ധി അത് ഗോളായി മാറുന്നു അവസാന നിമിഷം. ഇഞ്ചുറി ടൈം സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് ഒന്നുകൂടി ക്ഷമിച്ച് നിൽക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോഴും ബ്രസീലിനെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചു വരാനുള്ളൊരു ആവേശം അപ്പോഴും കാണുന്നുണ്ടായിരുന്നു. ശരിക്കും എവിടെയാണ് ഈ ഒരു ഗതി മാറിപ്പോയെന്നാണ് MSK. ഈ ഡിഫറൻസ് എന്നുള്ളത് ബ്രസീലിന്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫിൽ ജപ്പാന്റെ ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും അത് ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലായിരുന്നു. ഒരു ഘട്ടത്തിൽ വിനീഷ്യസിനെയൊക്കെ അങ്ങ് പൂട്ടിയൊരു ജപ്പാനെയാണ് നമ്മൾ കണ്ടത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഓൾറെഡി 1-0 അവർ പുറകിൽ നിൽക്കുകയാണ്. ബ്രസീലിന് ഈ കളി ജയിച്ചേ മതിയാകുകയുള്ളൂ. കാരണം ടൂർണമെന്റിൽ ഏറ്റവും ഫേവറേറ്റുകളായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് ബ്രസീൽ. രണ്ടാം പകുതി എല്ലാം മറന്നുകൊണ്ട് അവർ ഇറങ്ങി എന്നുള്ളതാണ്. ബ്രസീലിന്റെ യഥാർത്ഥ ശക്തി നമ്മൾ കണ്ടത് ഈ രണ്ടാം പകുതിയിലാണ്. എടുത്തു പറയേണ്ട 2-3 പേരുണ്ട്. അതിലൊന്ന് വിനീഷ്യസ് തന്നെയാണ്. 58-ാം മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നീക്കം, അത് എത്ര പേരെയാണ് അദ്ദേഹം വെട്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു ടൂർണമെന്റിലെ ഗോളാവാൻ മറഡോണയ്ക്ക് മുമ്പ് അടിച്ചൊരു ഗോളുണ്ട്, ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോൾ എന്നറിയപ്പെടുന്ന ആ ഗോൾ 86 വേൾഡ് കപ്പിലെ. അപ്പോൾ ആ ഒരുപക്ഷെ അത് ഗോളായിരുന്നെങ്കിൽ അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ഗോൾ തന്നെ ആവുമായിരുന്നു വിനീഷ്യസിന്റെ ആ ഒരു പെർഫോമൻസ്. പിന്നെയുള്ളത് കാസമീറോയാണ്. അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ഒരു പിഴവിൽ നിന്നാണ് ആ ഗോൾ പോലും വന്നത്. ഒരു ഘട്ടത്തിൽ ആദ്യത്തെ ഗോൾ തുടക്കത്തിൽ യഥാർത്ഥത്തിൽ ഡാനിലോയുടെ ആണ് എങ്കിൽ കൂടിയും ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷെ കസമിറോക്ക് അതിനു മുമ്പ് ഒരു യെല്ലോ കാർഡ് കിട്ടിയത് കൊണ്ട് മേ ബി രണ്ടാം യെല്ലോ കാർഡ് കിട്ടിയതിനു ശേഷം ഒരു റെഡ് കാർഡിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയത്തിലായിരിക്കാം. അപ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ഡൗണായി നിൽക്കുന്ന സമയത്ത് ഇതേ മനുഷ്യൻ തന്നെ മനോഹരമായ ഒരു ഹെഡറോടുകൂടി ഗോളിലേക്ക് എത്തിക്കുന്നു എന്ന രീതിയിൽ ബ്രസീലിൻ്റെ ഒരു രക്ഷകനായി മാറിയ ഒരു മത്സരമായിരുന്നു. പിന്നെയുള്ളത് ജപ്പാന്റെ ഗോളിയെ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഗോളി സുസുക്കി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അദ്ദേഹത്തിന്റെ പല ഷോട്ടുകളും അദ്ദേഹം തടഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ തടഞ്ഞിട്ടു. ഈ ഗോളായ പന്ത് പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം അത്രയും മികച്ച പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഈ അവസാന ഘട്ടത്തിൽ ഒരു 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 ടീമുകളും ഓൾറെഡി ഇനി എക്സ്ട്രാ ടൈമിലേക്ക് പോവാം എന്നുള്ളൊരു ഘട്ടത്തിൽ തന്നെയായിരുന്നു. കാരണം 90 മിനിറ്റ് കഴിഞ്ഞ് 92.5 മിനിറ്റ് വരെ കളി അങ്ങ് നിർത്തിയിട്ടുള്ളൊരു സമയമായിരുന്നു. കാസമീറോയുടെ പരിക്കും അതുപോലെ തന്നെ 2 ടീമും ആ സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഓൾറെഡി ഞങ്ങളിനി എക്സ്ട്രാ ടൈമും കൂടി കളിച്ച് നിൽക്കാമെന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. പക്ഷെ അവിടെയാണ് അവസാനം ഈ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലും അതിൽ ആ സമയത്ത് ജപ്പാന്റെ പ്രതിരോധ താരം ഒരിക്കലും അത് പുറത്തേക്ക് കടിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു. ആ സമയത്ത് പാസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു പാസ്സാണ്, അതായത് കൈവിട്ടൊരു പാസ്സാണ് അവിടെ ഗോളിലേക്ക് വന്നത്. ആ സമയത്ത് അതിനുശേഷമുള്ള 95 അതിനുശേഷമുള്ള സമയമുണ്ടല്ലോ, അതിനുശേഷം ഈ ജപ്പാന്റെ പ്രത്യാക്രമണം ബ്രസീലിന്റെ കോർട്ടിലെത്തിയ സമയത്ത് ബ്രസീലിയൻ താരങ്ങൾ പുറത്തേക്ക് അടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ടും ജപ്പാൻ ലോജിക്കലി കളിച്ചിരുന്നെങ്കിൽ ഈ 1-1 എന്ന നിലയിൽ നിന്നും അടുത്ത എക്സ്ട്രാ ടൈമിലേക്ക് അവസരം ഉണ്ടാവുമായിരുന്നു. പിന്നെയുള്ളത് ശരിക്കും നമ്മളിപ്പോൾ ഒരു സിനിമയൊക്കെ കാണുന്നത് പോലെ തന്നെയാണ്. അവസാന നിമിഷം എല്ലാം കഴിഞ്ഞു എന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് ടൈലൻഡ് നമ്മൾ ചില ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണാറുണ്ട്. അതായത് അവസാനം
ഒരു ട്വിസ്റ്റ് വന്നിട്ട് പിന്നെ ചിലപ്പം ഒരു ശവപ്പെട്ടിയിൽ നിന്നും ഏതെങ്കിലും ഒരാൾ കണ്ണു തുറക്കുന്നതൊക്കെ ആയിരിക്കും, അതായിരിക്കും ലാസ്റ്റ് ടൈലുണ്ട്. അതേപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ്. തോറ്റു എന്നുള്ള ഒരു, അതായത് 1-1 സമനിലയിൽ നിന്നും പിന്നെ അടുത്ത എക്സ്ട്രാ ടൈമിലേക്ക് പോവും എന്ന ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടാകുന്ന ഒരു സിനിമാറ്റിക് ട്വിസ്റ്റ് എന്ന രീതിയിൽ തന്നെ പറയാം അവസാന നിമിഷത്തെ ഗോൾ. തീർച്ചയായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീൽ എന്തുകൊണ്ടാണ് അവർ പിന്നെ ഈ ജപ്പാന്റെ ആദ്യത്തെ ആക്രമണങ്ങൾക്ക് മുന്നിൽ ബ്രസീൽ കൃത്യമായും പതറിയതാണ്, നമുക്കത് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ജപ്പാന്റെ ആ സ്പീഡിനൊപ്പം പല ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ പോലും ബ്രസീലിന് കഴിഞ്ഞിരുന്നില്ല തുടക്കഘട്ടത്തിൽ. സെക്കൻഡ് ഹാഫിലാണ് അവർ കുറച്ചുകൂടി ആക്രമണത്തോടു കൂടി ബ്രസീലായത്. അപ്പം ബ്രസീലായ ഈ സെക്കൻഡ് ഹാഫുകൾ അടുത്ത മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിലേക്കും കൺവേർട്ടായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നെയ്മർ കളിച്ചില്ല എന്നുള്ളതാണ്. അതില് ആ ടെസ്റ്റിൽ എനിക്ക് പറയുന്നത് അതുകൂടെയുണ്ട്. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് നെയ്മർ ഒരു 70 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നെയ്മർ ഇനി ഒരു സബ്ബായിട്ട് ഇറങ്ങും എന്നാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ ഒരു അവസാന 30 മിനിറ്റ്സ് ഒക്കെ കളിപ്പിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. അത്ര കളിക്കാനുള്ള ആരോഗ്യം ഇല്ലാന്ന് തോന്നുന്നു. അവിടെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ കാർലോയുടെ അടുത്ത മാസ്റ്റർ ബ്രെയിൻ, അവരുടെ ഒരു ബ്രില്യൻസ് കാണുന്നത്. അതായത് മാർട്ടിനെല്ലിയെ പോലുള്ള ഒരു അതിവേഗക്കാരനായ താരത്തെ അവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആദ്യം അദ്ദേഹം ഹെൻഡ്രിക്കിനെ പരീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ഹെൻഡ്രിക്ക് ആ തരത്തിൽ ക്ലിക്കായില്ല. കാരണം അത്തരത്തിലുള്ള ത്രൂ ബോൾസ് ഒന്നും വന്നില്ല. പക്ഷെ ചില ശ്രമങ്ങൾ നടന്നു, പക്ഷെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മാർട്ടിനെല്ലിയെ കൊണ്ടുവന്നതാണ് ആ ഡിഫറൻസ് ഉണ്ടാക്കിയത്. നെയ്മറിന് പകരം മാർട്ടിനെല്ലിയെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഒരു വിങ്ങറാണ്, ഓൾറെഡി ആ വിങ്ങിൽ വിനീഷ്യസ് ഉണ്ട്. അതേ വിങ്ങിലേക്ക് വീണ്ടും മാർട്ടിനെല്ലിയെ പോലുള്ള ഒരു പ്ലെയറെ എങ്ങനെ കൊണ്ടുവരും? ശരിക്കും അതൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സബ്ബായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെയാണ് കാർലോ വീണ്ടും വിസ്മയിപ്പിച്ചത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ വിനീഷ്യസിന് കുറച്ചുകൂടി സ്പേസ് കിട്ടി. അവിടെ കൂടുതൽ അദ്ദേഹത്തിന്റെ തന്ത്രം അത് തന്നെയായിരുന്നു, വിനീഷ്യസിനെ കുറച്ചുകൂടെ ഫ്രീ ആക്കുക. ആഞ്ചലോട്ടി ആദ്യ പകുതിയിൽ ഗെയിം പഠിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മൊറോക്കോയ്ക്കെതിരായ കളിയിൽ നിന്ന് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ സെൻട്രൽ ഡിഫൻസ് നെറ്റിനെ എങ്ങനെ ഭേദിക്കാൻ ജപ്പാൻ ശ്രമിക്കുമെന്നുള്ള അദ്ദേഹം പരീക്ഷിച്ച് നോക്കിയാന്ന് തോന്നുന്നു. ഒരുപക്ഷേ ഈ മൊറോക്കോയുമായുള്ള കളിയുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ കൂട്ടത്തോടെ കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ കസ്മറയ്ക്കും സംഘത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം സെൻട്രൽ ഡിഫൻസിന് തൊട്ട് മുമ്പിലായിരുന്നു അദ്ദേഹം നിൽക്കുന്നത്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ തടയാൻ മൊറിയാസു നിയോഗിച്ചത് ഒയാദയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിംഗ് കാരണം സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന് പന്ത് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ വന്നു കാസിമിറോയ്ക്ക്. അദ്ദേഹത്തിനും ഡിഫൻസിനും ഇടയ്ക്ക് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഗെയിം പ്ലാൻ അദ്ദേഹത്തിന് കളി നിയന്ത്രിക്കാൻ വരാത്തൊരു ഘട്ടം. ഒപ്പം അങ്ങനെ ബുദ്ധിമുട്ടുന്നൊരു ഘട്ടത്തിൽ നൽകുന്ന ഒരു 1 ടച്ച് പാസ്സാണ് ഡാനിലോയിൽ നിന്നും റാഞ്ചിക്കൊണ്ട് സാനോ പോകുന്നത്. അത് സാനോയുടെ മികവ് തന്നെയാണ് എടുത്ത് പറയേണ്ട കാര്യം. കാരണം അദ്ദേഹം ബുണ്ടസ് ലീഗയിൽ കളിക്കുന്ന താരമാണ്. ആ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻ നടത്തിയിട്ടുള്ള താരമായിട്ടാണ് സാനോയുടെ സ്റ്റാറ്റിക്സ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വൺ മാൻ ഷോ അത് തന്നെയാണ് അവിടുന്ന്. പിന്നെ കസിമറയ്ക്ക് അദ്ദേഹത്തെ തടയാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്, കസിമറയ്ക്ക് ഒരു ചെറിയ പിഴവ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കം അതിൽ നിന്നാണ് ഈ ഗോളിൻ്റെ പിറവി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സാനോയുടെ ആ മികവിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ മതി. ഒരു കാർപ്പറ്റ് ബോംബിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് തുല്യമായിട്ടുള്ള അവിടെ മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അത് ഫൈസൽ നേരത്തെ സംശയം ഉന്നയിച്ച കാര്യമാണ്. അലിസൺ ബക്കർ എന്ന് പറയുന്ന ഗോൾ കീപ്പറെ പരീക്ഷണ വസ്തുവാക്കുന്ന സാഹചര്യമാണോ ഇപ്പോഴും ഉള്ളത്? യഥാർത്ഥത്തിൽ ബ്രസീലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് വിനയാകുമോ ഇനിയുള്ള ഘട്ടത്തിൽ? അലിസൺ ബക്കർ പഴയ നമുക്കറിയാം, മുമ്പ് ലിവർപൂളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് വരുമ്പോൾ പോലും അലിസൺ ബക്കർ വിശ്വസനീയ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അലിസൺ ബക്കർ അത്രത്തോളം വിശ്വസനീയമാണോ എന്നുള്ളത് ഈ ലോകകപ്പിലെ പെർഫോമൻസ് വെച്ച് നോക്കിയാൽ എനിക്ക് കഴിഞ്ഞ മത്സരത്തിൽ അലിസൺ നല്ല പെർഫോം ചെയ്ത ഗോൾ കീപ്പറാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം അധികം പരീക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പോലും അത്ര കോൺഫിഡൻസ് ഉള്ള പോലെയല്ല തോന്നിയത് എന്നുള്ളതാണ്. അദ്ദേഹം ബോൾ ഹോൾഡ് ചെയ്യുന്നതിൽ പോലും പലപ്പോഴും പരാജയപ്പെടുന്നതായി ഇന്നത്തെ മത്സരത്തിൽ കണ്ടു. മാത്രമല്ല ചില ഇപ്പോൾ ഇന്ന് അടിച്ച ആ ഗോൾ, സാനോയുടെ ഗോൾ തടയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് പൊസിഷൻ മാറ്ററാണ്. ഒരു പക്ഷേ ആ ഗോൾ കീപ്പർ, അവിടെയാണ് ഒരു ഗോൾ കീപ്പറുടെ ബ്രില്യൻസ്. ഇപ്പോൾ ഇന്ന് സുസുക്കി എടുത്തൊരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആ ഗോളാവേണ്ടതല്ല, ആ ഷോട്ട് ഗോളാവേണ്ടതല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള എത്ര ഷോട്ട് ബ്രസീൽ ലക്ഷ്യം വെച്ചിരുന്നു ജാപ്പനീസ് ബോക്സിലേക്ക്. അത് കൃത്യമായി പ്രതിരോധിക്കാൻ
ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പറാണോ നിലവിൽ അലിസൺ ബെക്കർ എന്ന സംശയം ഉയർത്തുന്നതാണ് ഈ ഗോൾ വഴങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു MSK ഇന്ന് ഇത് പരസ്പരം ഒത്തിണക്കമില്ലാത്ത ഒരു ബ്രസീൽ നിരയാണ് നമ്മൾ ആദ്യ പകുതിയിൽ കണ്ടത്. അതായത് പന്തെടുക്കാൻ വേണ്ടി വരുന്നു, പലപ്പോഴും താരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു, ഇടിക്കുന്നു, വീഴുന്നു. അത് നേരത്തെ പറഞ്ഞ ആ വൈകാരികതയിൽ വരുന്ന ഒരു പ്രശ്നമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഗോൾ വീണു, പിന്നിലായി പോകുന്നു, അതിൻ്റെ പ്രഷറുണ്ട്, അതിനെ അതിജീവിക്കാൻ വൈകാരികതയ്ക്ക് അടിമപ്പെടുത്തു പോകുന്ന ഒരു വിശ്വാസികളുടെ കൂമ്പാരം ഉണ്ടായിരുന്നു. അത് ഈ കൂട്ടിയിടി ഒരിക്കലല്ല ഞാൻ കണ്ടത്, ഒന്നിലേറെ തവണ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ ഈ ബ്രസീലിന്റെ ഈ ഒത്തൊരുക്കമില്ലായ്മ കണ്ടതേ സമയത്ത് തന്നെ അപ്പുറത്ത് ജപ്പാന്റെ ഒരു ഒത്തൊരുക്കം സമയത്ത് കണ്ടിട്ടുണ്ട്. 10 പേരും ബോക്സിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പല ഓരോ ബ്രസീൽ മൂവ്മെന്റിലും ഞാൻ എണ്ണുന്നുണ്ടായിരുന്നു ബോക്സിൽ എത്ര നമ്മൾ എണ്ണുന്നൊരു സമയം ഉണ്ടായിരുന്നു 7-10. അതാണ് അതായത് ഒരു ഘട്ടത്തിൽ ഈ ബോക്സിന്റെ അകത്ത് തന്നെ 11 പേരുള്ള ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും ഒന്നിച്ച് ആക്രമിക്കുന്നു, ഒന്നിച്ച് ഡിഫൻഡിലേക്ക് ഇറങ്ങുന്നു, ആ ലൈനിലാണ്. അല്ല, അവിടെയാണ് പ്രശ്നം. അപ്പം വിനീഷ്യസിന്റെ ആ സോളോ മൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ സോളോ മൂവിന് ശേഷമുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നുണ്ട്. ആ കൗണ്ടർ അറ്റാക്കിൽ ഒരാളല്ല അറ്റാക്ക് ചെയ്യുന്നത്, 4 പേര് ഒരേ ലൈനിൽ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു ക്വിക്കായിട്ടുള്ള ഒരു മൂവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് ഒരു കാരണവശാലും പക്ഷേ ബ്രസീൽ ഇന്ന് ആ തരത്തിൽ രക്ഷപ്പെട്ടതാണ്. അത്തരത്തിലുള്ള അവസരങ്ങൾ അധികം ജപ്പാന് വീണ് കിട്ടാത്തതിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട് അതിൽ. അത്തരത്തിലുള്ള മൂവ് വന്നാൽ ഒരേ സമയം ബ്രസീലിൻ്റെ സെൻറ്റർ ബാക്ക് അടക്കം മറ്റവരുടെ ഹാഫിൽ ചെന്നിട്ടാണ് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ മൂവും അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മൂവ് വന്നാൽ 4 പേര് വന്നാൽ ഒരു പക്ഷേ 5 ഡിഫൻഡർമാരുണ്ടെങ്കിൽ പോലും തടയാൻ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ തരത്തിൽ ജപ്പാൻ ഇന്ന് അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ബ്രസീലിന്റെ ഭാഗ്യം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജപ്പാന്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു രസകരമായ വസ്തുത ഞാൻ ഇന്ന് നിരീക്ഷിച്ചത്, നമ്മളെപ്പോഴും പറയാറുണ്ട് ജപ്പാന്റെ ഉയരക്കുറവുള്ള പ്ലേയേഴ്സിന്റെ കാര്യം പറയാറുണ്ട്. പക്ഷേ ഇന്ന് അവരുടെ ബോക്സിലേക്ക് വന്ന എത്രത്തോളം ക്രോസുകളെ അവർ ഹെഡറിലൂടെയാണ് നിർവീര്യമാക്കിയത് നമ്മൾ എടുത്തു പറയണം. കുറഞ്ഞത് 20 ക്രോസുകളെങ്കിലും അത്തരത്തിൽ വന്ന ഹൈ ബോളുകളെ ഹെഡറിലൂടെ ജപ്പാൻ പ്രതിരോധ നിര തട്ടി അകറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു കാൽക്കുലേഷൻ പിഴച്ചു ചെയ്ത കസിമറയുടെ കാര്യത്തിൽ മാത്രമാണ്. അദ്ദേഹത്തിന്റെ പൊസിഷൻ ഒരാൾ പോലും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ ജപ്പാൻ കൃത്യമായിട്ട് ബ്രസീലിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ജപ്പാൻ കുടിവെള്ള പദ്ധതിയൊക്കെ ഒരു കാലത്ത് കുടിവെള്ള പദ്ധതി കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും അതേപോലെ തന്നെ ഒരു വെള്ളം കുടിപ്പിച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ജപ്പാൻ ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. ബ്രസീലുകാർ നന്നായി കുടിച്ചിട്ടുമുണ്ട്, നന്നായി വെള്ളം കുടിച്ചിട്ടുണ്ട്. കാരണം ഒരു ഘട്ടത്ത് ഇപ്പം ആദ്യ ഗോൾ നേടിയപ്പോൾ തന്നെ ബ്രസീലിന്റെ ആത്മവിശ്വാസവും അവരും ആകെക്കൂടി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആവുന്നൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. എങ്ങനെയെങ്കിലും ഗോളടിക്കണം, അല്ലെങ്കിൽ ബ്രസീലാണ് ഞങ്ങൾ ഈ ജപ്പാന്റെ ആ ഒരു നീക്കങ്ങൾക്ക് മുന്നിൽ, അതിവേഗ നീക്കങ്ങൾക്ക് മുന്നിൽ ഫസ്റ്റ് ഹാഫ് ശരിക്കും ജപ്പാൻ കൊണ്ടുപോയി തന്നെ നമുക്ക് പറയേണ്ടി. കുഞ്ഞിയെ പറ്റി ഇന്ന് പറഞ്ഞില്ല. കുഞ്ഞ ഇന്ന് നിറമങ്ങി പോയിരിക്കുന്നു. അദ്ദേഹത്തിന് അവസരങ്ങൾ തുറന്നെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണോ സത്യം? അതോ അല്ല, കുനിയയുടെ ഇത് പ്രശ്നം എന്താ വെച്ചാൽ സ്ട്രൈക്കിംഗ് റോളിലേക്ക് വരുന്ന എല്ലാ പ്ലേയേഴ്സും, നമ്മളിപ്പോൾ റൊണാൾഡോയെ കുറിച്ച് പറയുമ്പോഴും കുനിയാണെങ്കിലും സ്ട്രൈക്കറുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഡിയിലേക്ക് കൃത്യമായി ബോൾ എത്തിയാലേ അവർക്ക് കൃത്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്. കുനിയ എന്ന് ചില ലോങ് റേഞ്ചറുകളൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ അതുപോലും ഈ പ്രശ്നമുണ്ട്. ജപ്പാന്റെ ഡിഫൻസ് ശരിക്കും ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. അത് കാരണം വളരെ തിന്നായിട്ടുള്ളൊരു ഡിഫറൻസ്, അതിൽ എവിടെ നിന്നിട്ട് ഷോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇത് എങ്ങനെ അടിച്ചാലും അവരുടെ ദേഹത്ത് മാത്രമല്ല, ബോക്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ 3 പേരാണ് ഒരു ബ്രസീൽ കളിക്കാരനെ തടയാൻ വേണ്ടിയുള്ളത്. അതായത് ഡയഗണലായിട്ട് മുന്നേറ്റക്കാരും പുറകിലേക്ക് ഇറങ്ങി എവിടെ ചെന്നാലും ഈ ഡയഗണൽസ് കൃത്യമാണ്. അതായത് 3 ആംഗിളിലേക്കും അവർക്ക് ഒരു ആംഗിളിലേക്കും പന്തടിക്കാൻ കഴിയാത്തൊരവസ്ഥ. നമ്മളൊരു മെഷീൻ പ്രവർത്തിക്കുന്ന അതേ ലൈനിലാണ് അവരുടെ ലൈൻ തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇൻഡിവിജ്വൽ ടാലൻസിന്റെ ഒരു മാറ്റം അവിടെയാണ്. അപ്പം ശരിക്കും തന്ത്രപരമായി മൊറിയാസിന് ഒരു പിഴവും പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാം പക്കയായിരുന്നു, കറക്റ്റായിരുന്നു. പക്ഷേ എവിടെയാണ് പിഴക്കുന്നത് ചോദിച്ചാൽ എക്സ്പീരിയൻസും അതോടൊപ്പം ചില ഇൻഡിവിജ്വൽ ബ്രില്യൻസും പെർഫോമൻസും അതിനെ ചിലപ്പോൾ നമ്മൾ ഈ വരച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് കൊണ്ട് മാത്രം തടഞ്ഞു നിർത്താനാവില്ല. ഇന്നിപ്പോൾ വിനീഷ്യസിൻ്റെ ആ മൂവ്, അത് എങ്ങനെ ഡിഫെൻസ് ഒരുക്കിയാലും വിനീഷ്യസ് അത് മൂവ് ചെയ്യും. പിന്നെ അതിനാകെയുള്ളത് അയാളെ ഫൗൾ ചെയ്യുക എന്നുള്ളതാണ്. അതവിടെ ഒരു റെഡ് കാർഡിലേക്ക് എത്തിക്കുന്ന ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു അത്തരം ചില മൂവുകൾ, അത് പിന്നെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലുണ്ടായിരുന്നു. അതേപോലെ കസമേറോയുടെ ശൂന്യതയിൽ നിന്നുള്ള ആരെയും അയാളെ മാർക്ക് ചെയ്യാത്ത രീതിയിൽ അയാൾ വരുന്നു, ആ ഗോൾ കണ്ടെത്തുന്നു. അത് അയാളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള അയാളുടെ ഒരു ആൻറ്റിസിപ്പേഷനാണ്. അപ്പോൾ അതേപോലെ മാർട്ടിനെല്ലി നേടിയ ഗോൾ,
ഇതെല്ലാം യഥാർത്ഥത്തിൽ ബ്രസീലും ജപ്പാനും ആകെ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. ഈ ഇൻഡിവിജ്വൽ ടാലൻസിൽ എന്തൊക്കെ പറഞ്ഞാലും ബ്രസീലിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഒപ്പം ഈ ലോകവേദിയിൽ വലിയ ക്ലബ്ബുകളിൽ കളിച്ച് വലിയ മത്സരങ്ങൾ കളിച്ചുള്ള ഒരു പരിചയവും അതിൽ കിട്ടുന്ന ചെറിയ ലൂപ്പ് ഗോളുകളും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ള അത് ആ താരങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടായ അതായിരുന്നു യഥാർത്ഥത്തിൽ മാറ്റം. ഈ രണ്ട് കോച്ചുമാർ തമ്മിൽ തുല്യരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മൊറിയാസുവിൻ്റെ തന്ത്രത്തിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ നെതർലാൻഡ്സ് പോലുള്ള ഒരു ടീം നമ്മൾ കണ്ടതാണ്. നെതർലാൻഡ്സ് ഫുൾ പാക്ഡ് ആയിട്ടുള്ള അതിവേഗക്കാരായിട്ടുള്ള ഒരു ടീമിനെ പിടിച്ചു കെട്ടിയവന്മാരാണ് ജപ്പാൻ. മാത്രമല്ല കഴിഞ്ഞ ലോകകപ്പിൽ സ്പെയിനെയും ജർമ്മനിയെയും യൂറോപ്യൻ ടീമുകൾക്ക് സമീപകാലത്ത് അവർ തോറ്റിട്ടേ ഇല്ല. ആ തരത്തിൽ ഹൈലി ഇൻറ്റൻസീവ് ഗെയിം കളിക്കുന്ന ഒരു ടീമാണ്. ആ ടീമിനെതിരെ കൃത്യമായ പ്ലാനോട് കൂടി തന്നെയാണ് ഇന്ന് കാർലോ ടീമിനെ ഇറക്കിയെന്നുള്ളതാണ്. ആകസ്മികമായി ഇതേ പറഞ്ഞതുപോലെ ഒരൊറ്റ അവസരം ആണ് ജപ്പാനും കിട്ടിയത്. അത് അവർ കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയുള്ള എങ്ങനെ എഴുതി കൂട്ടിയാലും കളിക്കുന്നവർ ഈ 11 പേരാണല്ലോ. അങ്ങനെയുള്ള ചില പിഴവുകൾ കളിക്കളത്തിലുള്ളത് ഒഴിച്ചാൽ രണ്ട് കോച്ചുമാരുടെയും ടാക്ടിക്സ് കറക്റ്റായിരുന്നു. പക്ഷെ അതിൽ ബ്രില്യൻറ്റ് ഗെയിം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. നമ്മളെ ജപ്പാൻ ഓഫ് കോഴ്സ് ഇവരുടെ മികവിനെ പറ്റി പറയുമ്പോൾ ജപ്പാൻ ആ പരിമിതിക്കുള്ളിൽ നിന്ന് കളിക്കുന്ന കളിയെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. മറ്റൊന്ന് ദൗർഭാഗ്യത്തിൻ്റെ കാര്യമാണ്. 5ാമത്തെ നോക്കൗട്ടാണ് ലോകകപ്പ് ചരിത്രത്തിൽ അവരുടെ. 5ലും അത് പിന്നിട്ട് ഫസ്റ്റ് നോക്കൗട്ടിലേക്ക് കടക്കുന്നുണ്ട് അവർ. പക്ഷേ അത് കടന്നങ്ങോട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് ഭാവിയിൽ ഒരു പക്ഷേ ഈ വിനീഷ്യസിനെ പോലെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി പെർഫോം ചെയ്യുന്ന കുറച്ച് താരങ്ങൾ കൂടി ഉയർന്നു വരികയാണെങ്കിൽ ജപ്പാനെ പിടിച്ചാൽ കിട്ടാത്തൊരു നിലയിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് ആശിക്കാനുള്ളത്. ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മുടെ മുന്നോട്ട് പോക്ക്. അതായത് ബ്രസീലിന് നേരിടാൻ പോകുന്നത് ഒന്നുകിൽ ഐവറി കോസ്റ്റ് അല്ലെങ്കിൽ നോർവേ ആണ്. ആര് വരുന്നതായിരിക്കും ബ്രസീലിന് എളുപ്പം? രണ്ടു വന്നാലും ടഫായിരിക്കും. അപ്പം ബ്രസീൽ ഇപ്പോൾ ഓരോ മത്സരവും ഇപ്പം എനിക്ക് തോന്നുന്നു മൊറോക്കോയോടുള്ള മത്സരം, ആ മത്സരം കഴിഞ്ഞതിന് ശേഷം ബ്രസീലിയൻ ആരാധകരെല്ലാം ഹതാശരായിരുന്നു. കാരണം അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഈ ടീമിൽ. പക്ഷേ ഹെയ്ത്തിക്കെതിരെ ബ്രസീൽ നല്ല രീതിയിൽ കളിക്കുന്നു, 3 ഗോളിൻ്റെ ജയിക്കുന്നു. അപ്പോഴും ഒരു ആശങ്കയുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഹെയ്ത്തി പോലുള്ള ഒരു ടീമാണ്, ഈ ടീമിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടോയെന്ന്. പക്ഷേ സ്കോട്ട്ലൻഡിനെതിരെ കളിച്ചപ്പോഴാണ് ഓക്കെ ഈ ടീം കൊള്ളാം, ഇവർ അല്പം മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് യഥാർത്ഥ ബ്രസീൽ ആരാധകർ പോലും ചിന്തിച്ചു തുടങ്ങുന്നത്. കാരണം ഭയങ്കരമായ പ്രതീക്ഷയോടുകൂടെ ഒരു ബ്രസീലിയൻ ടീമിനെ അല്ല ആരാധകർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഈ ടീമിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ജപ്പാനെതിരായ മത്സരം ഏതാണ്ട് എല്ലാ ആരാധകരും ഒരു ഈസി വാക്ക് ഓവർ ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് മിക്കവരും ഇത് ഷൂട്ടൗട്ടിലേക്കോ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്കോ നീങ്ങും എന്ന് തന്നെ വിചാരിച്ചിരുന്ന ഒരു മാച്ചാണ്. പക്ഷേ ആ മാച്ചിൽ ബ്രസീൽ ഇപ്പോൾ ജപ്പാന് 2 തവണ മാത്രമാണ് ബ്രസീൽ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കാൻ അവസരം നൽകിയത് എന്നുള്ളതാണ്. അപ്പോൾ ബ്രസീൽ മോശം കളി കളിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഗോൾ വഴങ്ങിയത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബ്രസീൽ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ബ്രസീൽ മോശം കളി കളിച്ചത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ ജപ്പാൻ്റെ ബ്രില്യൻസിന് മുന്നിൽ ബ്രസീൽ ഒരല്പം കുരുങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നോർവേ അവിടെ കടക്കാനാണ് സാധ്യത. ഹാളണ്ടിൻ്റെ ഒരു ഫോം അവിടെ ഉണ്ട്, നമ്മൾ കാണേണ്ടതാണ്. സ്വാഭാവികമായിട്ടും നോർവേ ബ്രസീൽ മത്സരമായിരിക്കും വരാനിരിക്കുന്നത്. ഈ ജപ്പാനെതിരായ മത്സരം പോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ കടുക്കും. പക്ഷെ അവിടെയുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ അതൊരു ടീം ഗെയിം എന്നതിനേക്കാൾ ജപ്പാൻ പ്യുവർലി ഒരു ടീം ഗെയിമാണ്, ഒരു ഹൈബ്രിഡ് ഗെയിമാണ്. അവരെ നമ്മൾ എന്തും പ്രതീക്ഷണം അതിൽ നിന്ന്. മറുവശത്ത് ഹാളണ്ടിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഇതുവരെ നോർവേ ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കസമേറോയ്ക്ക് കൃത്യമായ ഒരു റോൾ ഉണ്ടാകും അവിടെ. ഇത് ഹാളണ്ടിനെ കൃത്യമായി കസമേറോ പൂട്ടുകയാണെങ്കിൽ അവർക്കറിയാം, യെസ് അറിയാം. അപ്പം ഹാളണ്ടിനെ എങ്ങനെ പൂട്ടണം എന്നുള്ളതും അറിയാം. അങ്ങനെ പൂട്ടാൻ സാധിച്ചാൽ ബ്രസീലിന് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നേരത്തെ ഫൈസൽ തന്നെ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ പറഞ്ഞ് നിർത്തിയ ഒരു പോയിന്റ് ഉണ്ട്. ജപ്പാനെ സംബന്ധിച്ച് ഒരു ഇൻഡിവിജ്വൽ ഇല്ല എന്നുള്ളതാണ്. മറുഭാഗത്ത് നോർവേയാണ് വരുന്നതെങ്കിൽ ആ ഇൻഡിവിജ്വൽ ആണ് ഹാളണ്ട് എന്ന് പറയുന്ന വ്യക്തി. ഹാളണ്ടിനെ പൂട്ടുക, അയാളുടെ കാലിൽ പന്തെത്തി കഴിഞ്ഞാൽ പിന്നെ വലയിൽ നോക്കിയാൽ മതി എന്നുള്ളതാണ് ചരിത്രം. അല്ല, പക്ഷെ ഇതില് ഹാളണ്ട് കഴിഞ്ഞ മത്സരത്തിൽ നോർവേ കാണിച്ച ഒരു ഇതുണ്ടായിരുന്നു, ഒരു 10 പേരെയൊക്കെ മാറ്റി നിർത്തിയിട്ടായിരുന്നു ഫ്രാൻസിനെതിരെ കളിച്ചത്. അവരുടെ ഒരു ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു.
അപ്പോൾ ആ രീതിയിൽ അവർ കളിച്ചിരുന്നു. പക്ഷേ ആ കളി 3-1 അവർ പരാജയപ്പെട്ടത്. ഹാലണ്ട് ആ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. പക്ഷേ ഇൻഡിവിജ്വൽ എന്നതിനപ്പുറം ടീം നൽകുന്നത് കൊണ്ടുള്ള ഒരു ഇൻഡിവിജ്വൽ പരിപാടി കൂടിയുണ്ട്. ഇപ്പോൾ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം പ്യൂർലി ടീമാണ്. അതിനൊപ്പം ഒരു ഫിനിഷറുടെ ഒരു കൃത്യമായിട്ടും ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനിഷറുടെ അഭാവം ചിലപ്പോൾ അവർക്ക് ഉണ്ടായേക്കാം. പക്ഷെ ഒരു ഫിനിഷർ മാത്രം ഉള്ളത് കൊണ്ട് അതൊരു ടീം ആവുകയില്ല. അപ്പം പിന്നെ നോർവേ വേഴ്സസ് ബ്രസീൽ വരികയാണെങ്കിൽ ബ്രസീലിന് തന്നെയായിരിക്കും മേടിച്ച്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു ഹാലണ്ട് കൊണ്ട് മാത്രം ഒരു ഹാലണ്ട് മാത്രമല്ല, അവിടെ ഒഡേഗാർഡിനെ പോലുള്ള താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഹാലണ്ടിന് പന്തത്തെ ഹാലണ്ടിനെ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. പക്ഷേ ഹാലണ്ടിലേക്ക് പന്തത്തെ ഹാഫ് വെയിൽ പന്തിനെ തടയുക എന്നുള്ളതാണ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നോർവേ മറികടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്ത് ആണോ കാര്യങ്ങൾ? പിന്നെ സ്മൂത്ത് അല്ല, പിന്നെ ഇംഗ്ലണ്ട് അവിടെ വരാനിരിക്കുന്നുണ്ട്. അല്ല, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പരവതാനി വിരിച്ച ടൂർണമെന്റേ അല്ല. ഈ ലോകകപ്പിലേക്ക് ബ്രസീൽ വരുന്നത് തന്നെ നമുക്കറിയാം യോഗ്യതാ റൗണ്ടിൽ എത്രത്തോളം കഷ്ടപ്പെട്ടതാണ് എന്നുള്ളത്. യോഗ്യതാ റൗണ്ട് കടന്നു വന്നതിന് ശേഷം ഉണ്ടായ ദുരന്തങ്ങൾ നമുക്കറിയാം. റോഡ്രിഗോ നഷ്ടപ്പെടുന്നു, എഡർ മിലിറ്റാവയെ നഷ്ടപ്പെടുന്നു, എസ്റ്റാവയെ നഷ്ടപ്പെടുന്നു. ഈ ടൂർണമെൻറ്റ് തുടങ്ങിയ ശേഷം പോലും വെസ്ലിയെ നഷ്ടപ്പെടുന്നു. അങ്ങനെ നിരന്തരമായ പരിക്കുകളും അതിനുശേഷം റഫീഞ്ഞയെ നഷ്ടപ്പെടുന്നു. അപ്പോൾ നിരന്തരമായ പ്രതിസന്ധികളിലൂടെയാണ് കാർലോ അഞ്ചലോട്ടി ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ കാണാതെ പോകരുത്. മാത്രമല്ല, ഈ ടൂർണമെൻറ്റിൽ ബ്രസീലിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര കല്ലും മുള്ളും നിറഞ്ഞ പാത്താണ്. ഇപ്പോൾ ജപ്പാനെ പോലുള്ള ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും ഹൈ ഇൻറ്റൻസീവായിട്ടുള്ള ഹൈ പ്രസ്സിങ് ഗെയിം കളിച്ച ടീമുകളിൽ ഒന്നാണ് ജപ്പാൻ. അതിലാർക്കും സംശയമില്ല. ഒരു പക്ഷേ ഈ ലോകകപ്പിലെ കറുത്ത കുതിരകളാകുമോ എന്ന് പലരും ആദ്യ മത്സരമൊക്കെ കണ്ടപ്പോൾ സംശയിച്ചൊരു ടീം കൂടിയാണ്. അങ്ങനെ ഒരു ടീമിനെ ആദ്യ നോക്കൗട്ടിൽ തന്നെ നേരിടേണ്ടി വരുന്നു. ഇനി അടുത്തത് നേരിടാൻ വരുന്നത് ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സ്ട്രൈക്കർമാരിൽ ഒരാളായിട്ടുള്ള ഹാലണ്ടിനെ പോലുള്ള ഒരു താരം കളിക്കുന്ന നോർവേ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ല എങ്കിൽ ഐവറി കോസ്റ്റ് ആണെങ്കിലും അവരെ നമ്മൾ നിസ്സാരമായി കാണാൻ പറ്റില്ല. കാരണം അവരെന്ത് ഗെയിമാണ് കഴിഞ്ഞ മത്സരങ്ങൾ കളിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ അതിനുശേഷം എത്തുന്നത് ഇംഗ്ലണ്ടാണ് എന്നുള്ളത്. ഒരു പക്ഷേ ഈ അട്ടിമറികളൊന്നും ഇല്ലാതെ പോയാൽ ഇനി അതും കടന്നാലെത്തുന്നത് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു പക്ഷേ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പോലെ ബ്രസീലിന് റെഡ് കാർപ്പറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർ ഫൈനലിൽ ഒരു കൊളംബിയ മാറ്റി നിർന്നാൽ അവർക്ക് ത്രൂ പാസ്സാണ്. അതുകൊണ്ട് ആ ഗോൾ മാത്രം അടിച്ചാൽ മതി എന്നുള്ളതാണ്. ഞാനത് ഇനിയിപ്പോൾ സാധാരണ ആരാധകർ പറയുന്നത് പോലെ ഒരു ഫിഫ ആരോപണം അല്ല ഞാൻ ഉന്നയിക്കുന്നത്. അർജന്റീനയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഓപ്പൺ ഡോറുണ്ട്. ആ ഡോറിലൂടെ അവർ ലക്ഷ്യം കണ്ടാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കോൺഫിഡൻസുമായി എത്തുന്ന അർജന്റീന അപ്പോൾ ആദ്യം അവിടെ വരെ എത്തണം, ഇത്രയും ടൈറ്റ് മാച്ചുകൾ. പക്ഷെ അങ്ങനെ വരുന്ന ബ്രസീൽ മാറ്റുരച്ച് അതിൻ്റെ ഏറ്റവും ഷൈനിങ് ആയിട്ടുള്ള രംഗത്തായിരിക്കും. ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഈസി വേനേക്കാൾ ഇപ്പോൾ സെമിയും ഫൈനലിലേക്ക് ആകുമ്പോൾ വലിയ ടീമുകളായിരിക്കും, അവർക്കെതിരെ ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ റെഡ് കാർപ്പറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥ ബ്രസീലിന്റെ കളി നമുക്ക് അടുത്ത മത്സരങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ടീമിൽ ഇതിൽ കൂടുതലൊന്നും വിഭവങ്ങളൊന്നും ഇല്ല. ആകെ ഈ ടീം ഇതാണ് ബ്രസീൽ. ഇനിയിപ്പോൾ ഇതിൽ വേറെ ആരെങ്കിലും വന്നിട്ട് മനോഹരമായ ഈ കാനറി നമ്മളൊക്കെ പറയുന്ന പോലെ ജോഗോ ബൊണീറ്റ കളിക്കാനോ അല്ലെങ്കിൽ കാനറി പക്ഷികളുടെ ചിറകടികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സാമ്പാ താളത്തിനോ ഒരു സാധ്യതയുമില്ല. ഇത് കാർലോ അഞ്ചലോട്ടി പറഞ്ഞതുപോലെ നിങ്ങളെ ആസ്വദിപ്പിക്കാനോ ആനന്ദിപ്പിക്കാനോ ഒന്നുമല്ല കളി. എൻഡ് ഓഫ് ദ ഡേ എന്താണോ റിസൾട്ട്, ആ റിസൾട്ടിന് വേണ്ടിയുള്ള ഗെയിമാണ്. ഇത് പ്രതീക്ഷിച്ചാൽ മതി. ഇത് ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്, ഇത് ആ ബ്രസീലല്ല, ഇത് ഇറ്റലിക്കാരനായ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൽ പോയി ഒരു 11 അംഗ സംഘത്തെയും കൊണ്ടുവന്ന് അയാളുടെ പ്ലാനിനനുസരിച്ച് കളിപ്പിക്കുന്ന ഒരു ഗെയിമാണ്. അതിൻ്റെ റിസൾട്ട് എന്താണോ എന്നുള്ളത് അയാൾ ഉണ്ടാക്കുന്ന റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ പഴയ ബ്രസീലിൽ നിന്ന് അതിൽ കവിത എഴുതാനോ അല്ലെങ്കിൽ കാവ്യങ്ങൾ രചിക്കാനോ ഒന്നും ആരും വരണ്ട. ഇത് വേണമെങ്കിൽ ചവിട്ടണമെങ്കിൽ ചവിട്ടും, ഫൗൾ ചെയ്യണമെങ്കിൽ ഫൗൾ ചെയ്യും. എൻഡ് ഓഫ് ദ ഡേ കളി റിസൾട്ട്, സ്കോർ ലൈൻ എന്താണോ, ഇന്ന് 2-1 ആയോ. ഇന്നിപ്പോൾ ബ്രസീൽ അത്യാവശ്യം ഫിസിക്കൽ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി ഒരു പക്ഷേ ഹാളണ്ടിനെ ഫൗൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായിരിക്കും ബ്രസീലിൻ്റെ തന്ത്രം. തീർച്ചയായിട്ടും ഈ എൻഡ് ഓഫ് ദ ഡേ ഈ മത്സരം കഴിഞ്ഞപ്പോൾ നമുക്കും പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം ബ്രസീൽ ഇല്ലെങ്കിൽ പിന്നെന്താണ് ഈ ലോകകപ്പ് എന്നുള്ളതാണ്. അതായത് ഫാനിസം മാറ്റി വെച്ചുകൊണ്ട് ഒരു റിയൽ ഫുട്ബോൾ
ആരാധകൻ എന്ന നിലയിൽ കൂടിയാണ് പറയുന്നത്. കാരണം ബ്രസീലൊക്കെ ഈ പ്രീ ക്വാർട്ടറിൽ റൗണ്ട് ഓഫ് 32 മടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകകപ്പിൻ്റെ നിറം തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയായിട്ട് സ്വാഭാവികമായിട്ടും വരും. മറുഭാഗത്ത് ജപ്പാൻ ആയിപ്പോയി എന്നതാണ് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം. പക്ഷേ ബ്രസീൽ തുടരട്ടെ, മുന്നോട്ട് പോകേണ്ടത് ഈ ലോകകപ്പിൻ്റെ കൂടി അനിവാര്യതയാണെന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും. എന്തായാലും ബിഗ് മാച്ചുകൾ ഇനിയും വരാനിരിക്കുന്നു. അതിൻ്റെയൊക്കെ വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഒപ്പം ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് വ്യക്തമായിട്ട് പറയാനുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ റിപ്പോർട്ടർ സ്പോർട്സ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശദമായിട്ടുള്ള വാർത്തകളും കൗതുകരമായിട്ടുള്ള വാർത്തകളുമായി ഞങ്ങളെത്തും. നമസ്കാരം.